അല്ല, അത് CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച പാർട്ടി നയം. അതിനപ്പുറം വേറൊന്നും പറയാനില്ല. അതിലെ നയം വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. അതിലുള്ള പാർട്ടി നയം, പാർട്ടിയുടെ നയവും നിലപാടുമാണ് PB അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അതിൽ നമ്മൾ കാണേണ്ട ഒന്ന്, BJPയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ BJPക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ, എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. നിലപാട് വ്യക്തമാക്കിയല്ലോ. ആ നിലപാട് വ്യക്തമാക്കിയാൽ പിന്നെ ചർച്ചയുടെ ഒരു പ്രസക്തിയേ ഇല്ലല്ലോ. നിലപാട് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് CPIMൻ്റെ PB അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളിലൂടെ നമ്മൾ കേട്ടത്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കുടുംബാധിപത്യത്തിൽ അകപ്പെട്ട ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന കടുത്ത നിരാശയോ അതോ തലപ്പത്തിരിക്കുന്നവർ പോലും ഈ പാർട്ടിയുടെ നിലനിൽപ്പിലും ഭാവിയിലും സംശയമുള്ളവർ ആണ് എന്നുള്ളതിന്റെ തെളിവോ? പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ പോലും നേരിടുന്ന കടുത്ത അവഗണനയുടെ ബാക്കിപത്രമോ? EP ജയരാജനെ പോലുള്ള മുതിർന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ വരെ കളം മാറി ചവിട്ടാൻ മുതിരുന്നു എന്ന വാർത്തകൾ നൽകുന്ന സൂചന ഇതൊക്കെയാണോ? ദല്ലാൽ നന്ദകുമാർ ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പൊള്ളത്തരങ്ങൾ പൊതുജനത്തിന് മുന്നിൽ പൊളിക്കാൻ വേണ്ടിയാണ് BJPയുടെ ഉറച്ച ശബ്ദമായ ശോഭാ സുരേന്ദ്രൻ തെളിവുകൾ സഹിതം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതിലൂടെയാണ് EPയുടെ BJP നേതൃത്വവുമായുള്ള ചർച്ചയും BJPയിലേക്കുള്ള പ്രവേശന ശ്രമങ്ങളും പൊതുജനം മനസ്സിലാക്കിയത്. ഇലക്ഷൻ ദിനത്തിൽ തന്നെ EPയും മുഖ്യമന്ത്രിയും ആ ആരോപണത്തെ ഓൺ ചെയ്തതോടെ ആ സംഭവം സത്യമാണെന്നും EP അടക്കം പല മുതിർന്ന ഇടത് വലത് നേതാക്കളും ഇനിയൊരു രാഷ്ട്രീയ ഭാവി BJPയിൽ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതായും അവരെല്ലാം BJP പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുമുള്ള സംശയം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതും സത്യമാണ്. കോൺഗ്രസിന് വോട്ട് നൽകിയാൽ അവർ അധികം താമസിയാതെ BJPയിൽ ചേരുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മിക്ക നേതാക്കളും ഒരവസരം നോക്കിയിരിക്കുകയാണ് എന്ന സംശയം ഇതോടെ പൊതുജന മനസ്സുകളിൽ ശക്തി പ്രാപിച്ചു വരികയാണ്. BJPയിൽ ചേരുന്നവരെല്ലാം ED പേടികൊണ്ടാണ് എന്ന മറുവാദം ചില കോണുകളിൽ നിന്ന് പ്രതിപക്ഷത്തു നിന്നൊക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഉയർത്തുന്നവർ പോലും BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഒരവസരം നോക്കി നിൽക്കുകയാണെന്നും വേണമോ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അവസരത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുന്നുവെന്നുണ്ടെങ്കിൽ പോലും ജനം ഡിബേറ്റ് പരിശോധിക്കുകയാണ്. EPയുടെ മനംമാറ്റത്തിന് പിന്നിലെന്ത്? ഇടതിൻ്റെ രാഷ്ട്രീയ ഭാവിയിലുള്ള സംശയമോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കുടുംബ പാർട്ടിയായി അധപ്പതിക്കുന്നതിലുള്ള അമർഷമോ അതോ നഷ്ടബോധത്താൽ ചിലർ ഉയർത്തുന്ന ED പേടി തന്നെയാണോ യഥാർത്ഥ കാരണം? ഇന്നത്തെ ചർച്ച ഇതൊക്കെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP വക്താവ്, ഒപ്പം തന്നെ A ഷുക്കൂർ കോൺഗ്രസിൻ്റെ വക്താവ്, ഡോക്ടർ B ജയരാജ് ഇടതു നിരീക്ഷകൻ എന്നിവരാണ്. 3 അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ B ജയരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ B ജയരാജ്, ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ കോൺഗ്രസ് പിന്നീട് CPM, അല്ലെങ്കിൽ ഇപ്പോൾ RSP പിന്നീട് BJP, അങ്ങനെയൊക്കെയാണ് ഇടതിൻ്റെ പൊതുവിലുള്ള ഒരു നിലപാട്. ഇടതിൻ്റെ നിലപാടിൽ മാറ്റമില്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തലപ്പൊക്കമുള്ള ഒരാൾ ഇടതുമുന്നണി കൺവീനർ തന്നെ BJPയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. 90% അത് പൂർത്തിയായിരുന്നു. ക്വട്ടേഷൻ ഭയന്നുകൊണ്ട് മാത്രമാണ് പിന്മാറിയത് എന്നുള്ള വെളിപ്പെടുത്തൽ, അത് തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന്, തിരഞ്ഞെടുപ്പിൻ്റെ അന്ന്, തിരഞ്ഞെടുപ്പിന് ശേഷവും അതിങ്ങനെ ഇടതു മുന്നണിയെ പിടിച്ചുലയ്ക്കുന്നുണ്ടോ? EP ഫാക്ടർ ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ ഇടതിനെ? ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടുന്നത് ഇത് നമ്മൾ ആരുടെ വാക്കുകളാണ് മുഖവിലയ്ക്ക് എടുക്കേണ്ടതെന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ചില അവതാരങ്ങൾ വരും, ഈ അവതാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അധികാരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായ സൂചന. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യ പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ തന്നെ പറഞ്ഞത്. അത്തരം അവതാരങ്ങൾ പല രീതികളിലും ഈ പാർട്ടിയുമായിട്ടും പാർട്ടി മെമ്പർമാരുമായിട്ടൊക്കെ അടുക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്. അതുകൊണ്ടും ഇപ്പം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ പോയതുപോലെയും AK ആൻ്റണിയുടെ മകൻ പിന്നീട് BJPയിൽ പോയതുപോലെയും അനിൽ ആൻ്റണി പോയതുപോലെയും അതിനുശേഷം തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ K സുധാകരൻ്റെ PA പോയതുപോലെയും വയനാട്ടിലെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ പോയതുപോലെയും തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര സനൽ പോയത് ഒന്നും അങ്ങനെയുള്ള ഒരു പോക്കൊന്നും CPMൽ നിന്ന് ഒരിക്കലും BJPക്ക് എന്നല്ല ഒരു പാർട്ടിക്കും പ്രതീക്ഷിക്കാനാവുന്നതല്ല.
അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ദല്ലാൽ ഗോപകുമാറിൻ്റെ ഇത് മുഖവിലക്കെടുക്കുകയാണ്, വാക്കുകൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് പറയുന്ന അയാൾ കുറേ അധികം ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ്റെ കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങൾ അവരത് നിഷേധിക്കുകയുണ്ടായി ആദ്യമേ തന്നെ. രണ്ടാമത്തെ അത് എന്ന് പറഞ്ഞാൽ മോഹനേട്ടൻ്റെ ഭാര്യയുടെ പേരുള്ള വസ്തു വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ സംസാരിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം പറഞ്ഞത് പിന്നീട് ഈ പി ജയരാജനുമായിട്ട് ചർച്ച നടത്തി. ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഇപ്പോൾ BJP നേതാവായത് കൊണ്ട് മാത്രം ചർച്ച നടത്താം. അവർ അസ്പൃശ്യരൊന്നും അല്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ചർച്ച നടത്താം. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയാണ്, കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ഇവിടെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ചാർജുകാരനാണ്. അപ്പോൾ പ്രകാശ് ജാവേദ്കറെ കാണുന്നതോ പ്രകാശ് ജാവേദ്കറുമായിട്ട് ചർച്ച നടത്തുന്നതോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ കാണുന്നതോ നരേന്ദ്രമോദിയെ കാണുന്നതോ ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ അത്തരത്തിൽ ഈ ചർച്ച നടത്തിയെന്ന് പറയുന്നത് ആ ദിവസം തന്നെ ഇപ്പോൾ EP ജയരാജന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. പല ആളുകളും പല ഇടതുപക്ഷ അനുഭാവികൾക്കും എന്നോട് ചോദിച്ചൊരു ചോദ്യം, പ്രധാനപ്പെട്ട കാര്യം, അയാൾക്ക് ഈ ദിവസം ഒന്നും മിണ്ടായിരുന്നു കൂടെ. പക്ഷേ EP ജയരാജൻ ആ ഇലക്ഷൻ്റെ അന്ന് അത് മിണ്ടിയില്ലായിരുന്നെങ്കിൽ EP ജയരാജൻ ഇതിനകത്ത് പങ്കുപറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ ഇത്തരം ഡീലുകൾ അവരുദ്ദേശിക്കുന്ന ഡീലുകൾ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു എന്നുള്ളതിന് അടിവരയിട്ട് പറയേണ്ടി വരുന്നതിന്, അതിനെ സമ്മതിക്കേണ്ടി വന്നതിന് അയാൾ സത്യസന്ധമായി പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു, നേരത്തെ എന്നോട് മുന്നോട്ട് പറഞ്ഞില്ല, ആരെയാണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല, ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു, ഇതാണ് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ താമര വിരിയിക്കുക എന്നുള്ളത് കർണാടകയിലെ ഒരു തന്ത്രമായിരുന്നു, ഓപ്പറേഷൻ താമര എന്ന പോലെ. അതുപോലെ ഓപ്പറേഷൻ താമര എന്നുള്ള രീതിയിൽ കേരളത്തിലും BJP പലതര തന്ത്രങ്ങൾ, അത് രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് ഇലക്ഷനാണ്. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയം ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിന് ഏത് തരത്തിലുള്ള അടവുകളും തന്ത്രങ്ങളും എല്ലാ മുന്നണികളും പയറ്റാറുണ്ട്. പക്ഷേ ഈ വിവാദം കൊണ്ട്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കേരള ജനത അധികം ചർച്ച ചെയ്തുവെന്നോ അല്ലെങ്കിൽ അതിനെ വളരെ ഇത്തരത്തിലുള്ള ആളുകളുടെ ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുമെന്നോ, അഥവാ അത് മുഖവിലക്കെടുത്താൽ തന്നെ BJP ഇങ്ങനെ ആളുകളെ താങ്കളോട് തന്നെ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു, ഈ ഒരു ദിവസം മിണ്ടാതിരുന്നുകൂടായിരുന്നോ ജയരാജന് എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു ചർച്ചയായതുകൊണ്ടും അത് പ്രതിരോധത്തിലായതുകൊണ്ടും ഇപ്പോൾ പാർട്ടിയുടെ അനുഭാവി അല്ലെങ്കിൽ പാർട്ടി അണിയോ ഒക്കെ ആണെങ്കിൽ അത് പ്രതിരോധത്തിലായല്ലോ, സ്വന്തം വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ളൊരു ആശങ്കയിൽ കൂടി ആയിരിക്കുമല്ലോ. രാഷ്ട്രീയ കേരളത്തിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അത് എത്രത്തോളം നമുക്ക് അതങ്ങനെ ഊഹിക്കാൻ സാധിക്കും? ഇതിപ്പം പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മുതിർന്ന ഒരാൾ, ഞാൻ പറഞ്ഞത് ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചതാണ്, അയാൾക്ക് ഈ ദിവസം മിണ്ടാതിരുന്നുണ്ടായിരുന്നു. ഇത് പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് VS അച്യുതാനന്ദൻ പോയതുപോലെ എഫക്റ്റ് ഉണ്ടാക്കുമോ, ഇലക്ഷന് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? ഞാൻ പറഞ്ഞു, ഇലക്ഷന് VS പ്രതിരോധത്തിലാക്കിയത് കണക്കോലെ ഉണ്ടാകുമോ എന്നുള്ളത്. VS എവിടെ നിൽക്കുന്നു, EP ജയരാജൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടുന്ന വസ്തുതകളാണ്. പക്ഷേ എന്നാൽ പോലും ഇത്തരം വിഷയങ്ങൾ, അതായത് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, മറ്റേതൊരു ഹീനിയസ് ക്രൈമാണ്, ഒരു ക്രിമിനൽ ആക്റ്റാണ്, ആര് ചെയ്താലും അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു ക്രൈമാണ് EP ചന്ദ്രശേഖരൻ വധം എന്ന് പറയുന്നത്. ആര് ചെയ്താലും, ഏത് കൊട്ടേഷൻ സംഘം ചെയ്താലും, ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അത് അതിക്രൂരമായ രീതിയിലുള്ളൊരു മർഡറാണ്, അത് അപലപനീയം തന്നെയാണ്. ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കുന്ന ഒരാളുകളുമായിട്ടും എനിക്ക് യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. മനുഷ്യനെന്നുള്ളതിൽ എനിക്ക് അംഗീകരിക്കാൻ പോലും പറ്റത്തില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ. അത് ആദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കട്ടെ. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിധവയെ പോയി കാണുന്നതിന് പ്രത്യേകിച്ച് അന്ന് ഇലക്ഷനാണോ അല്ലെങ്കിൽ ഇലക്ഷൻ അല്ലയോ എന്നൊന്നും നോക്കണമെന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ മുതിർന്ന നേതാവായിട്ടുള്ള VS അന്ന് അവിടെ പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് ഈ വിഷയം. EP ജയരാജൻ എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടായിരുന്നെങ്കിൽ EP ജയരാജൻ അന്ന് മറച്ചു വെച്ചേനെ. EP ജയരാജൻ ഇലക്ഷന്റെ അന്ന് തന്നെയാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് അല്ലേ ഇത്രയും കാലം EP അത് എന്തുകൊണ്ട് മറച്ചു വെച്ചെന്നൊരു ചോദ്യം പിന്നീട് ഉയർന്നു. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ചുമ്മാതെ വിളിച്ചു പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ പോരെ. ഇങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട് എങ്കിൽ മാത്രം ഞാനത് പറഞ്ഞാൽ പോരെ. ചുമ്മാതെ ഒരു കാര്യമില്ലാതെ ഞാൻ ഔട്ട് ഓഫ് എ ബ്ലൂ ചുമ്മാതെ കയറി ഒരു അഭിപ്രായം പറയേണ്ടുന്ന, ഒരു ഇലക്ഷൻ സമയത്ത് കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എൻ്റെ പേരിൽ ആരോപണം വരുന്നുണ്ട്, ഞാൻ കളങ്കരഹിതനാണെന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത എനിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. ആ ദിവസം തിരഞ്ഞെടുത്തത് വളരെ നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ദിവസം തിരഞ്ഞെടുത്ത് രണ്ട് രീതിയിലാണ് കോൺഗ്രസ് ഈ അറ്റാക്ക് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് BJP ബൈ ഹുക്ക് ഓർ ക്രുക്ക് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നവരാണെന്നുള്ള ആരോപണം ഒന്ന്. രണ്ട്, ഇത്തരം ഡീലുകൾ നടത്തി പല ആളുകളെ ഡീലുകൾ, ഇപ്പോൾ അജിത് പവാറിൻ്റെ കേസാണെങ്കിലും
അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസുകളിലെല്ലാം ഡീൽ ഒപ്പിച്ച് കൊടുക്കും എന്ന് പറയുന്നത് വഴി ഇവിടെ പല ആളുകളും അഴിമതിയിൽ മുങ്ങിയതാണെന്ന് പറയാൻ ശ്രമിക്കുന്നത്. രണ്ട്, ഇങ്ങനെ ഒരു ഡ്യുവൽ എഡ്ജ്ഡ് സോഡാണ് കോൺഗ്രസ് പല മണ്ഡലങ്ങളിൽ. ഉദാഹരണത്തിന് കൊല്ലത്ത് എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ്. കൃത്യമായി പ്രേമചന്ദ്രൻ അവിടെ വളരെ നല്ല ചരട് വലികളും ഈ പറയുന്ന അന്തർധാരയൊക്കെ നടത്തിയിട്ട ഒരാൾ തന്നെയാണ് ബി ജെ പി ആയിട്ട് വളരെയധികം. കാരണം പല ബി ജെ പിയുടെ പ്രവർത്തകർ വളരെയധികം കൂടുതലുള്ള സമയത്ത്, ഞാൻ ഇന്നലെ കൊല്ലത്തായിരുന്നു ഇലക്ഷൻ അന്ന്, അവിടെ ബി ജെ പിക്ക് സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു, ബൂത്തിൻ്റെ അടുത്ത് ബെഞ്ച് ഇടാനായിട്ട് ആളില്ലായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ കാണുകയുണ്ടായി. ബി ജെ പി പ്രവർത്തകരുടെ ഈ പറഞ്ഞ കണക്കോലെ ബ്ലോക്കായിട്ട് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമൊന്നും ഞാൻ അവിടെയെങ്കിലും കണ്ടില്ല. കാരണം നേരത്തെ തന്നെ ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരേ സമയം തന്നെ ജമാഅത്ത് ഇസ്ലാമിയോടും, ഒരേ സമയം തന്നെ SDPI ഒരേ സമയം തന്നെ മറ്റു പല സംഘടനകളോടും, അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ചില സ്പ്ലിൻഡർ ഗ്രൂപ്പിനെ കൂട്ടുപിടിച്ചും അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങ് നേരത്തെ ഗീർവാണം മുഴക്കിയത് കണക്കോലെ 2020 അങ്ങ് നേടിക്കളയാം എന്ന് പറഞ്ഞിറങ്ങിയ കോൺഗ്രസ്സുകാർക്ക് മറപിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഏക മാർഗം ഇതായിരുന്നു. ഒരേ ഘട്ടത്തിൽ തന്നെ ബി ജെ പിയെയും അതുപോലെ തന്നെ CPM-നെ ആക്രമിക്കുക എന്നുള്ളത്. ആ ആക്രമണത്തിനകത്ത് പാർട്ടി നിന്നുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. എങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട്? പ്രകാശ് ജാവേദ്കറെ കണ്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിന് കണ്ടിട്ടുണ്ട്? പ്രകാശ് ജാവേദ്കർ എന്തിനാണ് കാണുന്നതെന്ന് പോലും അറിയാതെ, പ്രകാശ് ജാവേദ്കർ ആണെന്ന് പോലും അറിയാതെയാണ് ഒരു സർപ്രൈസ് ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഇത്തരം ആളുകളെ കാണുന്നതിന്, ആരെയെ കാണുന്നതെന്നുള്ളതിനകത്ത് ജാഗ്രതാ കുറവ് വന്നു എന്ന് പറഞ്ഞത്. അല്ലാതെ അത് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അല്ലെങ്കിൽ LDF കൺവീനർ എന്നുള്ള രീതിയിൽ പല ആളുകളെയും കാണാൻ, പൗരപ്രമുഖരെ കാണേണ്ടി വരും, കേന്ദ്രമന്ത്രിമാരെ കാണേണ്ടി വരും. അതെല്ലാം ഡീൽ ഉറപ്പിക്കലാണോ? ഇതെല്ലാം ഇലക്ട്രൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? അങ്ങനെയൊന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. അതല്ല, അത്തരത്തിൽ എന്തെങ്കിലും ഡീലുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ബി ജെ പിയും കൂടെ തുല്യമായിട്ട് അതിനകത്ത് പ്രതിക്കൂട്ടിലാണ്. ബി ജെ പി ഹുക്ക് ഓർ ക്രുക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഏത് മാർഗവും ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ എല്ലാം ഉപയോഗിക്കുന്നു എന്ന് സ്ഥിരമായി ഇടതും വലതും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് അംഗീകരിച്ചു കൊടുക്കലാണ്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് വരട്ടിയിട്ട്, അല്ലെങ്കിൽ CPM-ൻ്റെ പ്രവർത്തകരെ വിളിച്ച് വരട്ടിയിട്ട് നിങ്ങൾ ജയിലിടും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക, ഉമ്മാക്കി കാണിച്ച പേടിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും ധാരണ മാത്രമാണ്. ആ ധാരണ ആ വെള്ളം തിളയ്ക്കാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെ ധൈര്യമുള്ളൊരു പാർട്ടിയാണ് ഇവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത്, വിശേഷിച്ച CPM. അപ്പോൾ CPM-നെ ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കാട്ടി ഇനി ED അല്ല ഒരു 10 ഏജൻസി വന്ന് അന്വേഷിച്ചാലും, എന്തെല്ലാം കള്ളക്കഥ മെനഞ്ഞാലും, സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ടുള്ള എന്തെല്ലാം കഥകൾ മെനഞ്ഞാലും അതിനൊക്കെ ആയുസ് ഇലക്ഷൻ വരെ ഉള്ളൂ എന്ന് കൃത്യമായിട്ട് തെളിഞ്ഞതാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരട്ടെ, ഇനി ED അന്വേഷണങ്ങൾ നടക്കട്ടെന്നേ, മറ്റ് CBI അന്വേഷണങ്ങൾ നടക്കട്ടെ, തെളിവ് കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ കേജ്രിവാളിനെ ഇല്ലാത്ത കേസിൽ പിടിച്ച് ജയിലിലിട്ടതുപോലെ പിടിച്ച് ജയിലിലിടട്ടെ, പീഡിപ്പിക്കട്ടെ. അതിനുള്ള കഴിവുണ്ടല്ലോ. എന്തായാലും അടുത്ത അധികാരത്തിൽ വന്നാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അധികാരത്തിൽ എന്തായാലും ഇന്ത്യ മുന്നണി തന്നെ വരൂ. ഇനി എന്തൊക്കെ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇന്ത്യ മുന്നണി തന്നെ വരൂ. അത്തരം ഒരു അങ്കലാപ്പിലാണ് കേന്ദ്രത്തിൽ BJP. കേരളത്തിലെ BJPയുടെ കാര്യം പിന്നെ അതിനേക്കാളും പാത്തറ്റിക്കാണ്. കോൺഗ്രസിൻ്റെ കാര്യവും ബ്ലീക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ജൂൺ 4-ാം തീയതി നമുക്ക് കാണാം കൃത്യമായിട്ട് കേരളത്തിലെ ജനത ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള പിൻവലികളും ചരടുവലികളും നടത്തുന്ന രാഷ്ട്രീയ പോരാട്ട നാടകങ്ങൾ കാണിക്കുന്ന, എന്താണ് അതിന് പറയുന്നത്, രാഷ്ട്രീയ പൊറാട്ട നാടകം കളിക്കുന്നവരെ തുറന്ന് കാണിക്കും. കൂടുതൽ പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അൺപാർലമെൻ്ററി ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചത്. കാണിക്കുന്ന ആളുകൾ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് ഇവിടെ ഉള്ളൊരു കാര്യം. അത്തരം എക്സ്പോഷറിന് നിന്നു കൊടുക്കാൻ ദയവായി ആരും ശ്രമിക്കാതിരിക്കുക. ശ്രമിച്ചാൽ നാണം കെട്ട് പോകത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശരി. ഇപ്പോൾ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെ, ഇപ്പോൾ ഇടത് നിരീക്ഷകൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇടത്തിന് ഒരിക്കലും ഒരു ചാഞ്ചാട്ടമില്ല, ഇടത്തിൽ നിന്ന് ആരും എങ്ങോട്ടേക്കും പോവില്ല. ഇപ്പോൾ കോൺഗ്രസ് നാളെ BJP അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇപ്പോൾ RSP നാളെ BJP എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇടത്തിൽ നിന്ന് ആരും എങ്ങോട്ടും പോകില്ല എന്നുള്ളൊരു നിലപാട് ഇപ്പോഴും അദ്ദേഹം പറയുകയായിട്ട് അങ്ങനെ ഉമ്മാക്കി കാണിച്ചൊന്നും പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. മാത്രമല്ല കൊല്ലത്തൊരു അന്തർധാര ഉണ്ടായിരുന്നു പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ കുറ്റം പറയുമ്പോഴും ഇന്ത്യ മുന്നണി മാത്രമേ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇടതും വലതും ഒന്നാണ് എന്നുള്ളത് അത് നമ്മൾ ഒന്നുകൂടി എടുത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ ചോദിക്കാൻ വന്നത്, ഇതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു തുറന്നു പറച്ചിലിൽ ഉറച്ചു നിൽക്കുകയാണ്. EP-യുടെ രാഷ്ട്രീയ പ്രവേശനം, BJP-യിലേക്കുള്ള പ്രവേശനത്തിന് ചർച്ചകൾ നടന്നു, 90% നടന്നു എന്നുള്ളത്. പ്രകാശ് ജാവ്ദേക്കറും അത് അങ്ങനെ തന്നെ പറയുന്നു, കൂടിക്കാഴ്ച ഉണ്ടായി എന്നുള്ളത്. മാത്രമല്ല BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് നിരവധി CPM CPI നേതാക്കൾ എത്തും,
മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇപ്പോൾ തന്നെ ഒരു ഒഴുക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം കൂടുതൽ പേർ എത്തും എന്നുള്ള ആ ഒരു തുറന്നു പറച്ചിൽ ഒരുപക്ഷെ വ്യക്തിപരമായി ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ താൻ സ്വന്തമായി വിശ്വസിക്കുന്ന പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇ പി ജയരാജന് ഒരു അസ്വാരസ്യമുണ്ട്, ഇടയ്ക്ക് കുറച്ച് നാൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ വനവാസത്തിലൊക്കെ ആയിരുന്നു. ആ ഒരു സാഹചര്യം കൊണ്ടാണെന്നൊക്കെ വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വന്നവരും പറയുന്നത് മാത്രമല്ല, താൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് ഇനി അങ്ങോട്ട് എത്രമാത്രം ഭാവിയുണ്ട് എന്നുള്ള ഒരു ആശങ്കയുള്ളവർ, അങ്ങനെയുള്ളവരാണ് BJP-യിലേക്ക് ചേരുന്നത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഒരു പക്ഷേ BJP-യിലേക്കുള്ള പ്രവേശനം കേരളത്തിൽ നിന്നും ഇനിയും സംഭവിക്കും എന്നുള്ള BJP-യുടെ ഉന്നത നേതൃത്വത്തിൻ്റെയൊക്കെ ഈ തുറന്നു പറച്ചിൽ അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണോ? ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സഹയാത്രികൻ ആണ് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഫോണിലായതുകൊണ്ട് എനിക്ക് നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുന്നത്, ജൂൺ 4 കഴിഞ്ഞാൽ ആരധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്? ആര് പ്രധാനമന്ത്രിയാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾ ആര് പ്രധാനമന്ത്രിയാവും? എന്തായാലും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ആരാവുമെന്നാണ് നിങ്ങൾ പറയുന്നത്? രാഹുൽ ഗാന്ധിയോ? അങ്ങനെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് പിന്നെ നിങ്ങൾ എന്തിനാ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ചത്? ഇതിപ്പോ വലിയ രസകരമായ കാര്യമാണല്ലോ. വാണിരാജ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യൂ, എന്നെ ജയിപ്പിക്കൂ, എന്നിട്ട് രാഹുൽ ഗാന്ധി ഞാൻ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഒരു ട്രോള് പോലെയാണല്ലോ ഇപ്പൊ താങ്കൾ സംസാരിക്കുന്നത്. ആരധികാരത്തിൽ വരും, ആര് പ്രധാനമന്ത്രിയാവുന്ന എന്റെ പൊന്നു ചങ്ങാതി, തലയ്ക്ക് സ്ഥിരതയുള്ള ഏതെങ്കിലും ഒരാൾ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്, ജൂൺ 4 കിഴക്ക് സൂര്യനാണ് ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല, ആർക്കുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ 1 മണിക്കൂർ നേരം ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാമെന്നുള്ളതാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, എനിക്ക് അതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ 2-3 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പ്രധാനമന്ത്രിയുമായിട്ട് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയപ്പം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പ്രേമചന്ദ്രനെ ഞങ്ങൾ വിളിച്ചു, പ്രധാനമന്ത്രി വിളിച്ചു, അദ്ദേഹം ഒപ്പുവരുന്ന് സംസാരിച്ചു. പ്രേമചന്ദ്രനെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് നല്ല അഭിപ്രായമാണ്. പ്രേമചന്ദ്രൻ പാർലമെന്റിൽ നന്നായി ഇടപെടുന്നു, നല്ല രീതിയിലുള്ള ഡിബേറ്റ് നടത്തുന്നു, വളരെ നല്ല രീതിയിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പല ബില്ലുകളിനെ കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രനെ ഇത് ഒന്നുമല്ല, ഒരു MPയെ ചായ കുടിക്കാൻ വിളിച്ച് ക്യാൻറ്റീനിൽ പോയപ്പോൾ നിങ്ങൾ സംസാരിച്ച് ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിച്ചത്? നിങ്ങൾ കൊല്ലത്ത്, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ കൊല്ലത്ത്, ഞാൻ കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് നിങ്ങളുടെ പ്രചരണത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം, ബാക്കി ആളുകൾക്ക് പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ബാക്കി ആളുകൾക്ക് ചെയ്യാൻ പാടില്ല. ഞാനൊരു കാര്യം തുറന്നു പറയാം. ശോഭാ സുരേന്ദ്രൻ ഇത് വെറുതെ പറഞ്ഞതല്ല. ശോഭാ സുരേന്ദ്രൻ ഇത് പറഞ്ഞത് ഈ ജയരാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഞാനത് വളരെ വ്യക്തമായിട്ടൊക്കെ പറയാൻ ആഗ്രഹിക്കാം. ശോഭാ സുരേന്ദ്രൻ ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭ പറഞ്ഞത് ജയരാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരാഴ്ച മുമ്പ് ഒരു CPM-ലെ കണ്ണൂരിലെ അത്യുന്നതനായിട്ടുള്ള ഒരു നേതാവുമായിട്ട് സംഭാഷണം നടന്നു. ശോഭ പേര് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭ പേര് പറഞ്ഞപ്പോ അന്ന് വൈകുന്നേരം K. സുധാകരന്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഇദ്ദേഹം അദ്ദേഹത്തെ കയർക്കുകയാണ് ചെയ്തത്, ശരിയല്ല എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ അതേ സമയത്ത് പിറ്റേ ദിവസം രാവിലെ, തെരഞ്ഞെടുപ്പിന്റെ രാവിലെ, നേരത്തെ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ VS അച്യുതാനന്ദൻ എന്താണോ പിണറായി വിജയന്റെ എതിരായിട്ടുള്ള രോഷം തീർക്കാൻ വേണ്ടി ചെയ്തത്, അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ ഒരു സമ്മതം നടത്തുകയാണ്. ഇടതുമുന്നണിയുടെ ഒരു വലിയ തരംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതങ്ങ് സമ്മതിക്കുകയാണ്. പിണറായി വിജയന്റെ നെഞ്ചത്ത് കത്തിയെടുത്ത് അരിവാള് കൊണ്ട് കുത്തുക ചെയ്തേ. അപ്പൊ വാസ്തവത്തിൽ വളരെ കൃത്യമാണ്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പ്രബലരായിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റ്
മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും BJPയുമായിട്ട് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ഒരു ഉന്നതനായ നേതാവുമായി സംസാരിച്ചത് ഞാനാണ്. പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ സത്യസന്ധനായ ഒരു നേതാവ്, അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ആരും പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കത് താല്പര്യമില്ല. കേരളത്തിലെ പ്രബലരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും BJPയുമായി സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, BJPയിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്നലെ ത്രിപുരയിൽ നടന്നു, അതിന്നലെ ബംഗാളിൽ നടന്നുവെങ്കിൽ അത് നാളെ നടക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അതിന് 2-3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആശയമുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നിരുന്ന പ്രസ്ഥാനമായിരുന്നു. നേതാക്കന്മാരെക്കാൾ വലുതായിരുന്നു അതിന് ആശയം. നേതാക്കന്മാർ ക്വാളിറ്റി മെറ്റീരിയൽ, പക്ഷേ ആശയത്തിന്റെ പ്രസക്തി വളരെ വലുതായിരുന്നു. ആശയം പ്രാക്ടിക്കലായിട്ട് ശരിയോ തെറ്റോ, അതൊരു ഉട്ടോപ്യനാണോ, അത് വേറെ വിഷയം. പക്ഷേ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ചൊരു ആശയം മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസം ലോകം മുഴുവനും പരാജയപ്പെട്ടു. ലോകത്ത് പരാജയപ്പെട്ടപ്പോഴും ലോകത്ത് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കേരളത്തിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കുറച്ചുകൂടെ നിലനിന്നു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ മാറിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അടിയുറച്ചു നിന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്കിന്ന് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് ആശയമൊന്നുമല്ല ഇവിടെ നടപ്പാക്കുന്നത്, പാവപ്പെട്ടവന്റെ പാർട്ടിയുമല്ല, ഇത് മാസപ്പടി പാർട്ടിയാണ്, ഇത് പിണറായി വിജയന്റെ കമ്മ്യൂണിസമാണ്. പിണറായി വിജയന്റെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പരസ്യമായി കോർപ്പറേറ്റിനെതിരായി നിൽക്കുക, എന്നിട്ട് രഹസ്യമായിട്ട് കോർപ്പറേറ്റുമായി ധാരണ ഉണ്ടാക്കുക. ഞാൻ ഓരോ ആളുകളെ തുറന്നു പറയാം. എത്ര മന്ത്രിമാരുടെ മക്കളാണ് ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ അടിമപ്പണി ചെയ്യുന്നത്? പിണറായി വിജയൻ മകള് വീണ, ആ വീണ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി പോയത് എവിടെയാ? കർണാടകയില. എന്താ പിണറായി വിജയൻ പറയായിരുന്നില്ലേ, മോളെ നമ്മുടെ കേരളം, പലപ്പോഴും പറയാറുണ്ടല്ലോ കേരളം എന്ന് പറഞ്ഞ് ഗർജിക്കാറുണ്ടല്ലോ. നമ്മുടെ ഈ കേരളത്തിൽ എന്തേ ഒരു കമ്പനി തുടങ്ങിയില്ല? ഒരു കമ്പനി തുടങ്ങാനുള്ള സാഹചര്യമോ, ഒരു കമ്പനി തുടങ്ങിയാൽ അത് വിജയിപ്പിക്കാനുള്ള സാഹചര്യമോ ഒന്നും ഈ കേരളത്തിലില്ല എന്ന് പിണറായി വിജയൻ അറിയാം. പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് വായുവിന്റെ മൂക്കത്ത് മുദ്രാവാക്യം ഇൻകുലാബ് വിളിച്ചാൽ പോരാ, വല്ലതൊക്കെ ചെയ്യണം. ഒന്നും ചെയ്യില്ല. കോർപ്പറേറ്റിനെതിരെ തെറി വിളിച്ച് ആളുകളുടെ ഒരു നിഷേധാത്മക സപ്പോർട്ട് നേടുക എന്നതിനപ്പുറത്ത് കേരളത്തിൽ ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് അണികളെക്കാൾ കൂടുതൽ ബോധവാന്മാരായതുകൊണ്ട് ഇതിനധികം കാലം നിലനിൽക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി അവർക്ക് ബോധ്യമായി. അവര് ത്രിപുരയുടെയും ബംഗാളിന്റെയും പാഠം ഉൾക്കൊണ്ടു. ഇനി എന്താ ചെയ്യുക? അടുത്ത വഴി എന്ന് പറയുന്നത് കൂടാരം മാറുക എന്നുള്ളത് മാത്രമാണ്. ആ കൂടാരം മാറുന്നത് തെറ്റൊന്നുമല്ല. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് കേട്ടു, BJP എന്ന് പറയുന്നത് ഇങ്ങനെ കൂട് തുറന്നു വെച്ച് ആരാഴ്ച വരൂ. അതേന്ന് ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ. ഞങ്ങൾക്കിവിടെ 140 നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് MLA-മാരില്ല, 20 പാർലമെന്റ് സീറ്റിലും ഞങ്ങൾക്ക് MP-മാരുമില്ല. അതുകൊണ്ട് നാളെ പിണറായി വിജയനെ BJPയിലേക്ക് കൊണ്ടുവന്ന് BJPയുടെ ബേസ് വർദ്ധിപ്പിക്കാൻ BJP ആലോചിച്ചാൽ ഞങ്ങൾ അതിന് ശ്രമിക്കും. അതിനെന്താ തെറ്റ്? BJPയിലുള്ള സകല ആളുകളെയും CPM കൊണ്ടുപോയിട്ട് ദേവസ്വം ബോർഡിന്റെ ചെയർമാനും മറ്റേ പരിപാടിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നാക്കശിഖാന്തം കണ്ണൂരിലെ തെരുവീഥികളിൽ അതിശക്തമായ മുദ്രാവാക്യവും അതിശക്തമായ സമീപനവും എത്രയോ സഖാക്കന്മാരുടെ രക്തത്തിന് ഉത്തരവാദികമായിട്ടുള്ള ആളുകളെ നേരെ കൊണ്ടുപോയി ദേവസ്വം പ്രസിഡന്റാക്കിയിട്ട് CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ അണികളാക്കി, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിയില്ലേ? രക്തസാക്ഷികളായ എത്രയോ ആളുകൾ അവരുടെ ആത്മാവ് പൊറുക്കോ? സ്വാശ്രയ കോളേജിനെതിരായിട്ട് സമരം നടത്തി 4-5 ആൾക്കാരെ വെടിവെച്ച് കൊന്ന് പുഷ്പനെ ഇപ്പോഴും കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടത്തിയിട്ട് നേരെ സ്വാശ്രയ കോളേജുമായി സംബന്ധിച്ച് സ്വാശ്രയ കോളേജ് കൊണ്ടുവന്ന്
സ്വകാര്യ മാനേജ്മെന്റുമായി ബന്ധം സ്ഥാപിച്ച് സ്വകാര്യ മാനേജ്മെന്റിന് എല്ലാം ചെയ്തു കൊടുത്ത ഒരു പാർട്ടിയല്ലേ നിങ്ങൾ? ആ പാർട്ടിക്ക് തത്വമുണ്ടോ, തത്വചിന്തയുണ്ടോ, പ്രാക്ടിക്കലായിട്ടുള്ള നടപടിയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആശയവുമില്ല, നിങ്ങൾക്ക് ആവേശവുമില്ല, നിങ്ങൾക്കുള്ളത് ആമാശയം മാത്രമേ. അതുകൊണ്ട് ആമാശയത്തിന് വേണ്ടി നിങ്ങൾ മകൾക്ക് മാസപ്പടി കൊടുക്കുന്നു, മകന് സൗകര്യമൊരുക്കുന്നു, കുടുംബക്കാർക്ക് വിദേശയാത്ര നടത്തുന്നു, ഈ പാല് കിട്ടാൻ വേണ്ടിയിട്ട് തൊഴുത്തു വെക്കുന്നു, പുറമേക്ക് ചാണകം പശു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വീട്ടില് ചാണകത്തോപ്പിൽ കിടന്ന് പിണറായിയുടെ ഭാര്യ കമല മെഴുകുകയാണ്. നമ്മളൊക്കെ ചാണകത്തിൽ ചവിട്ടരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ചാണകത്തിൽ കുളിക്കുക, ഒരു വിരോധവുമില്ല. 10 പൈസ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനില്ലാതെ തെരുവീതികളിൽ വൃദ്ധന്മാരും എല്ലാം തെരുവീതിയിൽ അലയുമ്പോ ധൂർത്തടിക്കുക, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട്, കോടികൾ ചെലവാക്കിയിട്ട് ധൂർത്തടിക്കുക. അപ്പൊ ഈ പ്രസ്ഥാനത്തിന് അധികകാലം നിലനിൽക്കാനാവില്ല എന്ന ബോധ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലരെയും സമീപിക്കും. ആരെ സമീപിച്ചാലും ശരി, ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ എല്ലാവരെയും സമീപിക്കും. നാളെ പിണറായി വിജയനെ കൊണ്ടുവരണമെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുവരും. സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും കൊണ്ടുവരണമെങ്കിൽ അതിനും ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളൊരു പാർട്ടിയാണ് ചങ്ങാതി, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്കൊരു വിഷമവുമില്ല. അങ്ങനെ ബംഗാളിൽ സഹകാല CPM-കാരും BJP-യിലല്ലേ? അവിടെ BJP ഓഫീസ് ഒരു ഭാഗത്ത് പച്ചയും കൂടി അടിച്ചപ്പോ BJP ഓഫീസായി. അങ്ങനെ ത്രിപുരയിലും ബംഗാളിലും എല്ലാം മാറാമെങ്കിൽ കേരളത്തിൽ മാറിക്കൂടെ? എന്റെ ചോദ്യം, ഒരു ഭാഗത്ത് വലിയ ചർച്ച, കോൺഗ്രസ്സുകാരെ അയ്യോ എന്തൊരു ചർച്ചയാ, ഞങ്ങൾ അനങ്ങൂല, ഞങ്ങൾ പിടിക്കൂല, ഞങ്ങൾ തൊടില്ല, ഞങ്ങൾ മാറ്റി നിർത്തും, ഞങ്ങൾ BJP-ക്കാരെ കാണില്ല, കണ്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പൊ കണ്ടു, കേട്ടു, ഒരുമിച്ചിരുന്നു, ചായ കുടിച്ചു, ഇന്നലെ ഇങ്ങനെ നാളെ വരാമെന്ന് പറഞ്ഞ് ഏർപ്പാടും ഉണ്ടാക്കി. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു മുങ്ങുന്ന കപ്പലാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തത്വവുമില്ല, തത്വചിന്തയുമില്ല, ആമാശയത്തിന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ മാറുമ്പോ വെറുതെ വന്നിരുന്നിട്ട് ഈ ഒഴുക്കിനെതിരെ നീന്തുന്നവനെ പോലെ വെറുതെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ രാഷ്ട്രീയ നിരീക്ഷകന്മാര് വന്നിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനടക്കം എന്നാണ് ദല്ലാളിനെ കാണുക എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ. ചാക്കാല നേതാക്കന്മാരുടെ സ്ഥിതി ഇതാ. ഞാനൊന്ന് ഇടപെടുകയാണ്. കോൺഗ്രസിന്റെ വക്താവിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ A. ഷുക്കൂർ, കോൺഗ്രസ് പറയുന്നത് ജയരാജൻ എന്ന് പറയുന്നത് പിണറായിയുടെ ദൂതനാണ്, പിണറായി പറഞ്ഞതുകൊണ്ടാണ് ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ്. ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ BJP-യുടെ നിലപാട് തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന് പ്രസക്തി ഇല്ലാതായി. നാളെ വേണമെങ്കിൽ പിണറായി വിജയനെയും സീതാറാം യെച്ചൂരിയെയും BJP-യിലേക്ക് കൊണ്ടുവരും. കാരണം BJP ഒരു പാർട്ടിയാണ്, പ്രത്യേകിച്ച് ഭാരതമെമ്പാടും വളർന്നു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത്. പിന്നീട് പറയുന്നത് ED പേടി, നമുക്കറിയാം. പേടിക്കാനാണെങ്കിൽ ശരിയാണ്, പിണറായി വിജയന് വ്യക്തിപരമായും CPM എന്ന പാർട്ടിക്കും ധാരാളമുണ്ട്. കാരണം മകൾ നേരിടുന്ന ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ED-യുടെ അന്വേഷണം, കരുവന്നൂരിലെ കേസ്, ലൈഫ് മിഷൻ കോഡ്, അങ്ങനെ ധാരാളമുണ്ട്. അതിൽ കോൺഗ്രസ് പറയുന്നതിനകത്ത് എന്തായാലും അത് തെറ്റു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്നാണ് ആദ്യം BJP-യിലേക്ക് ഒരു ഒഴുക്ക് തുടങ്ങിയത് എന്നുള്ളത് മറന്നു വെച്ചുകൊണ്ടാണ് ഒരു പക്ഷേ EP ജയരാജൻ BJP-യുടെ പ്രവേശനം ആഗ്രഹിച്ചിരുന്നു എന്നൊരു വിഷയത്തെ കോൺഗ്രസ് കുറ്റം പറയുന്നത് എന്നുകൂടി നോക്കിക്കാണണം. അല്ല, അവതാരക ഇവിടെ പറഞ്ഞതിനോട് എനിക്ക് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമുണ്ട്. മാത്രമല്ല, BJP-യുടെ പ്രതിനിധി ശ്രീ B. ഗോപാലകൃഷ്ണൻ പലതും തമസ്കരിച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ CPM-ന്റെ സപ്പോർട്ടോട് കൂടിയുള്ള സംസാരത്തിൽ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടതുപക്ഷ നിരീക്ഷകനായിരിക്കും അദ്ദേഹം ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJP ഈ മറ്റു പാർട്ടികളിലെ നേതാക്കളെ അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നൊരു നടപടി ഈ അടുത്ത കാലത്തായി നമുക്കെവിടെയും കാണാൻ കഴിയും. പ്രത്യേകിച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരെ, അല്ലെങ്കിൽ അവരുടെ ഭരണരംഗത്തുണ്ടാക്കിയിരിക്കുന്ന അഴിമതിയിലൂടെ ഉണ്ടായ സമ്പാദ്യം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നവരെ എല്ലാം കൊണ്ടുപോയി BJP-യുടെ ഭാഗമാക്കി തീർത്ത് അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട്, അതിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്വേഷണമെല്ലാം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ BJP-യുടെ ഒരു വാഷിംഗ് മെഷീനിലേക്ക് നരേന്ദ്രമോദിയുടെ പക്കലേക്ക് ജാവേദ്കർ വഴി
ശ്രീ പിണറായി വിജയൻ ഒരാളെ അയച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ EP ജയരാജനെ. പിണറായിയുടെ കേസുകളെല്ലാം തീരണം, മകളുടെ മാസപ്പടി അന്വേഷണം അവിടെ അവസാനിപ്പിക്കണം, സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കള്ളക്കടത്തും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. ഇതിനെല്ലാം ഒരു സാഹചര്യം ഒരുക്കണം. അതിന് പിണറായി എത്ര മാറി മാറി പറഞ്ഞാലും ഏത് രൂപത്തിലും ഇനി EP ജയരാജന്റെ തലയിലേക്കെല്ലാം കൂടെ വെച്ചിട്ട് അദ്ദേഹത്തെ വരുന്ന ദിവസം കൂടാൻ പോകുന്ന സെക്രട്ടേറിയറ്റിൽ നടപടിയെടുത്ത് പുറത്തു കളയേണ്ട വന്നാലും ഇതിൻ്റെ ഗൂഢ ലക്ഷ്യം അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിഗൂഢ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളതും EP ജയരാജനെ അതിനെ നിയോഗിച്ചിട്ടുള്ളതും സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനായി ഇന്ന് നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അവിടെ പിണറായി വിജയന്റെ ഒരു തന്ത്രം ഇവിടെ ജയരാജനെ അങ്ങനെ ഒറ്റുകൊടുത്ത് ജയരാജൻ വഴി BJPയിലേക്ക് ഒരു പാലമിട്ട് BJPയിലെ വാഷിംഗ് മെഷീനിലേക്ക് തൻ്റെ കേസുകൾ കയറ്റി താൻ ഉൾപ്പെടെയുള്ളവരെ ലാവലിനായാലും ഡോളർ കള്ളക്കടത്തായാലും സ്വർണ്ണക്കള്ളക്കടത്തായാലും മാസപ്പടിയായാലും കരുവന്നൂരായാലും അതിനപ്പുറം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കരുവന്നൂരിലെ പണം നിക്ഷേപകരുടെ മുഴുവൻ അദ്ദേഹം കൊടുക്കും. എപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ് വ്യക്തിപരമായിട്ട് എനിക്ക്. കാരണം നിങ്ങൾ എങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്നുണ്ട്. പക്ഷെ ഇത്രയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പാർട്ടിയാണ് പുറത്ത് ഇപ്പോൾ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ, ഇന്ത്യ മുന്നണിയായിരിക്കും ഇനി അധികാരത്തിൽ വരിക എന്നുള്ളത്. അവിടെ എല്ലാവരും കൈകോർക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ അത് എത്ര ആലോചിച്ചാലും സംസ്ഥാനത്തിന് പുറത്തെന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എങ്ങനെ പരസ്പരം ഇങ്ങനെ തമ്മിലടിക്കുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാവാറേയില്ല. അല്ല, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയും അഴിമതിക്കാരും മാത്രമല്ലേ ഇങ്ങനെ പറയുന്നുള്ളൂ. ഭാരതം എന്ന് പറയുന്നത് BJPയും പിന്നെ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അല്ലേ? നമുക്കതൊക്കെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇവിടെ നിങ്ങൾ BJPയും CPM തമ്മിലുള്ള അലയൻസ്, രഹസ്യമായ ഇടപാടുകൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായിട്ടുള്ളതല്ലേ? ഇപ്പോൾ അതെല്ലാം വ്യക്തമാകുകയല്ലേ? നമുക്ക് ഏതായാലും ദല്ലാൽ നന്ദകുമാർ ആ കാര്യങ്ങൾ പുറത്തുവിട്ടു. അപ്പോൾ പുറത്തുവിട്ടത് ശരിയാണ് എന്ന് പറയുന്ന അവസ്ഥ ശോഭാ സുരേന്ദ്രനുണ്ടായി. 10 ലക്ഷം രൂപ ഞാൻ വാങ്ങി, മറ്റു പലതും ഉണ്ട്, EP ജയരാജനുമായി ബന്ധമുണ്ട്, EP ജയരാജനെ ആ രൂപത്തിലേക്ക് അയച്ചു. EP ജയരാജനും പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിണറായി പറഞ്ഞു, ഞാനും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തിനാ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് സൈദ്ധാന്തികനായ നേതാവ് അല്ലെങ്കിൽ അത്തരത്തിൽ ായിട്ടുള്ള രഹസ്യ ചർച്ച നടന്നില്ലേ? അത് നടന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലിൽ അല്ലേ? അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഈ BJPയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഈ പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി, അന്ന് ജനറൽ സെക്രട്ടറി കോടിയേരി ഉണ്ടായിരുന്നു. ഇതെല്ലാം വ്യക്തമല്ലേ? അപ്പോൾ എല്ലാ കാലത്തും CPMന്റെ കേരളത്തിലെ സംഘം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരം ഇടപാടുകൾക്ക് ഒരു തരത്തിലുമുള്ള തടസ്സങ്ങളില്ല, അതിന് മുന്നിലാണ്. നമുക്ക് പല ഘട്ടങ്ങളിലായി ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു ഗീബൽസിനെ പോലെ ശുദ്ധ നുണ പറയുന്ന, നുണ ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോയി. അതിപ്പോ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ അത് ബോധ്യപ്പെടും. അപ്പോൾ ഇപ്പോൾ ലാവ്ലിൻ കേസ് തീരണം, മാസപ്പടി കേസ് തീരണം, കരുവന്നൂർ കേസ് തീരണം, കള്ളക്കടത്ത് കേസ് തീരണം, സ്വർണ്ണക്കള്ളക്കടത്തായാലും ഡോളർ കള്ളക്കടത്തായാലും ലൈഫ് മിഷൻ കേസായാലും ഇതെല്ലാം തീരണം. തീരാൻ ഏക മാർഗമേ ഉള്ളൂ, CPMൽ നിന്ന് പലരെയും BJPയിലേക്ക് വിടുക. ആ BJPയിലേക്ക് വിടുന്നതിന്റെ ഭാഗമായി അങ്ങനെ പോയാൽ BJPയുടെ കയ്യിലിരിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ, അതിലൂടെ അങ്ങനെ ആ അഴിമതിക്കാരെ വെളുപ്പിച്ച് പുറത്തേക്ക് വിടുന്ന ഒരു പ്രക്രിയക്ക് BJP രാജ്യത്തെമ്പാടും നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമാണ്
നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത്, ഒരു ചോദ്യം. മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടത്, ഗുജറാത്തിൽ കണ്ടത്, മറ്റു രൂപത്തിൽ പല സംസ്ഥാനങ്ങളിലും. അപ്പോ അത്തരക്കാർ ബി ജെ പിയിൽ ചേരുമ്പോൾ ഇവിടെ പിണറായിയുടെ കേസിലും ജയരാജന്റെ നടപടിയിലും അത് കൃത്യമാണ്. ഡോക്ടർ ബി ജയരാജൻ പെട്ടെന്ന് പറഞ്ഞോളൂ. ഈ ഷുക്കൂർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അഴിമതിയെക്കുറിച്ചാണ്. ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരെ വൃത്തിയാക്കി എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേ ഈ അനിൽ ആന്റണി എന്ത് അഴിമതിയാണ് കാണിച്ചത്? പത്മജ വേണുഗോപാൽ എന്ത് അഴിമതിയിൽ വെളുപ്പിക്കാനാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ നിന്ന് പോയെന്ന് അദ്ദേഹം ഒന്ന് പെട്ടെന്ന് വ്യക്തമാക്കിയാൽ ഞാൻ ബാക്കി പറയാം. ബാധിക്കുന്ന ഒരു വിഷയം ആന്റണിയുടെ പേരിൽ കൂടിയാണ്, അതും കോൺഗ്രസ് അംഗീകരിക്കുമോ എന്നുകൂടി അത് ആ ഒരു സംശയം എനിക്ക് വന്നതാണ്. ശ്രീ എ ഷുക്കൂർ, ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമല്ല അനിൽ ആന്റണിക്കെതിരെ ഉയർന്ന ആരോപണം എന്നൊരു വേണുഗോപാൽ തന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അന്വേഷണങ്ങൾ സംബന്ധിച്ച് എന്നോട് ചാർജ് ജനറൽ സെക്രട്ടറി KPCCയുടെ തൃശ്ശൂരിൽ എന്ന നിലയിൽ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എൻ്റെ മാന്യത അത് പുറത്തുവിടാൻ ഞാൻ തയ്യാറല്ല, എനിക്കത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോൾ രക്ഷപ്പെടാൻ അവരെ വിചാരിച്ചാലും തനിക്ക് രക്ഷപ്പെടാനാകില്ല. ED തന്നെ വിചാരിക്കണം എന്നൊരു ആരോപണത്തിന് പത്മജ ആണ് മറുപടി പറയേണ്ടത്. നമ്മോടൊപ്പം ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം.